ബി.ജെ.പിയുടേത് വളരെ ഇരട്ടത്താപ്പാണ്. കാരണം രാജ്യത്തുടനീളം ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കുന്നത് സംഘപരിവാറാണ്. ക്രിസ്മസ് ആരാധന വരെ നൂറുകണക്കിന് ദേവാലയങ്ങളിൽ തടസ്സപ്പെടുത്തുകയുണ്ടായി. വിവിധ ക്രൈസ്തവ സംഘടനകൾ CBCIയുടെ പിന്തുണയോടുകൂടി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സംഘപരിവാർ സംഘടനകളിൽ നിന്നും ഈ ആക്രമണത്തിൽ നിന്നും അവരെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ ഇലക്ഷൻ നടക്കുന്ന കർണാടകത്തിലെ ഒരു മന്ത്രി പരസ്യമായി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഞങ്ങളെല്ലാം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതായത് ക്രൈസ്തവർ വീട്ടിലേക്ക് വന്നാൽ അവരെ ഓടിച്ചിട്ട് തല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ വരുന്നത് മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ്. ആൾക്കെതിരായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസെടുത്തിരിക്കുകയാണ്. കർണാടകയിൽ ഒരു BJP മന്ത്രി ക്രൈസ്തവർ വീട്ടിൽ വന്നാൽ ഓടിച്ചിട്ട് തല്ലണം എന്ന് പറയുന്ന ധിക്കാരം, അത്രമാത്രം വരുന്ന വിദ്വേഷം, വെറുപ്പ് മന്ത്രിമാരടക്കമുള്ള ഭരണഘടനയെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി അടക്കമുള്ള ആളുകളെ പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ ലോകാരാധ്യയായ മദർ തെരേസയ്ക്ക് കൊടുത്ത ഭാരതരത്നം തിരിച്ചെടുക്കണം എന്നുവരെ പറഞ്ഞ BJP നേതാക്കന്മാരുണ്ട്. അപ്പൊ ഈ പോകുന്നത് എന്താണ്? ഈ പോകുന്നത് പരിഹസിക്കുകയാണ്, ഇരട്ടത്താപ്പാണ്, കളിയാക്കുകയാണ്. കേരളത്തിലെ തന്നെ എത്ര BJP നേതാക്കന്മാർ ക്രൈസ്തവ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന തന്ത്രം മാത്രമേ ഉള്ളൂ. അതിലൊന്നും കേരളത്തിലെ ക്രൈസ്തവർ വീഴില്ല. BJP ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ രീതിയാണ്. ഒരു സംഘപരിവാർ സംഘടനയും ഒരു ക്രൈസ്തവ ദേവാലയവും ആക്രമിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിവിടെ പോണ പാവം സുരേന്ദ്രനെ കൊണ്ട് പറ്റുമോ? അങ്ങനെ കേരളത്തിൽ ചെയ്യില്ല. കേരളത്തിൽ ചെയ്യാനുള്ള ധൈര്യമില്ല അവർക്ക്. ചെയ്യാൻ ഇവിടെ ആരും സമ്മതിക്കുകയില്ല. ഇപ്പൊ ഹിന്ദു സംഘടനയാണെന്നാണല്ലോ പറയുന്നത്. ഹിന്ദുത്വ പ്രചരണമല്ലേ നടത്തുന്നത്. കേരളത്തിലെ 90% ഹൈന്ദവർ BJPക്ക് എതിരാണ്.